കെ.ടി. കുഞ്ഞിക്കണ്ണൻ ആരോട് ഗൂഢാലോചന നടത്തി? വസ്തുതയാണ് സംസാരിക്കുന്നത്, വികാരമേ ഇല്ല. ഇന്നലെ ഇപ്പോൾ ജയിലിലുള്ള ഷാജിർ ഖാൻ അയാളുടെ പാർട്ടി ലീഡർ വഴി മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്ത് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സമരത്തിൽ എല്ലാ തീരുമാനവും എടുത്ത് കുടുംബാംഗങ്ങളാണ്, ഞങ്ങളില്ല എന്നൊരു മാപ്പുസാക്ഷിയെക്കുറിച്ച് പോലെ പറയുകയാണ് ഷാജിർ ഖാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ വിഷ്ണു പ്രണോയിയുടെ മരണം, ആ കുടുംബത്തിൻ്റെ നീതി, ഈ വിഷയങ്ങളെ വൈകാരികമായി ഉയർത്തി നടക്കുന്നൊരു സമരത്തെ തിരിച്ചുവിടാൻ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വളരെ വൈകാരികമായ പ്രകോപനപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിറകിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വിഷ്ണുനാഥ് ഇവിടെ 120 മലപ്പുറത്ത് നിങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടമുണ്ടാക്കുന്ന എന്ത് കാര്യമാണ് ഷാജഹാൻ ചെയ്യാൻ കരുതിയിരുന്നത്? അതുകൂടി ഒന്നങ്ങ് വ്യക്തമാക്കണം. അങ്ങ് പറഞ്ഞത് അങ്ങേക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളുടെ സാരമില്ലായ്മ. ശ്രീ കെ ടി, അങ്ങേ അടക്കം 120B ചുമത്തി അങ്ങോട്ടേക്ക് കേസുകൾക്ക് ചുമത്തപ്പെട്ടു എന്ന് പറഞ്ഞത് അതിന്റെ അന്തസാരമില്ലായ്മ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ആ രൂപത്തിലാണ് ഇപ്പോഴത്തെ 120B എങ്കിൽ തർക്കമില്ല ആ വിഷയത്തിൽ. അത് കോടതി തീരുമാനിച്ചോട്ടെ വേണു. നമ്മൾ ഈ മാധ്യമ വിചാരണയിലൂടെ ഈ വകുപ്പിന്റെ സാങ്കത്യത്തെക്കുറിച്ച് അത് ചാർത്താനുള്ള നിയമപരമായ എന്തെങ്കിലും എവിഡൻസ് കോടതി തീരുമാനിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോടതി പറയേണ്ടത് കോടതി പറഞ്ഞോളും. പക്ഷെ ഇവിടെ ഒരു പാർട്ടി കോടതി അങ്ങ് വിധി എഴുതുകയാണ്, ദാ ഇവരെല്ലാവരും കുറ്റകരമായി ഗൂഢാലോചന നടത്തിയവരാണെന്ന്. ആരോട് എന്ന ലളിതമായ ഉത്തരത്തിന് ഇരുട്ടിൽ തപ്പുന്ന ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ ഇനി കോടതിയാണോ പോംവഴിയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? അല്ല വേണു കാര്യങ്ങൾ അങ്ങനെ ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പോലീസ് ഇത്തരം സമരമുഖങ്ങൾ എടുക്കുന്ന വകുപ്പ്, ഇവിടെ അഡ്വക്കേറ്റ് മധുസൂദൻ ഇരിക്കുന്നുണ്ടല്ലോ, പൗരിരിക്കുന്നുണ്ടല്ലോ, ഏത് കേസുകളിലാണ് ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് ഗൂഢാലോചന വകുപ്പ് ചേർക്കാത്തത്? പോലീസിൻ്റെ ഒരു FIR എഴുതിയിട്ടുണ്ട്. അതിൽ വസ്തുതയില്ലെങ്കിൽ, വിവരമില്ലെങ്കിൽ അത് ആവശ്യമായ അന്വേഷണം നടത്തിയിട്ട് അത് പരിശോധിച്ച് നിലപാടെടുക്കാമെന്നുള്ളതാണ് സർക്കാർ സമര ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്തിനോടും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ 120B സുലഭമായി പോലീസ് ചുമത്തും, UAPA സുലഭമായി പോലീസ് ചുമത്തും. അങ്ങനെ പോലീസിന് സുലഭമായി 120Bയും UAPAയും ചുമത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്നത് കൊണ്ടാണ് ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. അതല്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇതൊരു പോലീസ് രാജാണ്, അതിൽ തീർപ്പ് കോടതി കൽപ്പിക്കട്ടെ എന്ന നിലയിലാണ് അങ്ങിരിക്കുന്നത് എങ്കിൽ അങ്ങേക്ക് അങ്ങനെ തന്നെ ഈ ചർച്ചയിൽ തുടരാം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, ശ്രീമതി എൽ തങ്കമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഒരുപാട് അമ്മമാർ ഇതിനു മുൻപ് ഇങ്ങനെയൊക്കെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ ഇവരുടെ സർക്കാർ ചേർത്തിരിക്കുന്ന ഒരു ഏട് അതുമാത്രമാണ് ശ്രീമതി എൽ തങ്കമ്മ എന്നത്. ഇതാണ് ഒന്നാമത്തെ വിശദീകരണം. ഇനി രണ്ടാമത്തെ കാര്യം, രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട് കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ദാ ഇവിടെ മാപ്പുസാക്ഷി എന്ന നിലയിൽ ഷാജിർ ഖാൻ ഒരു കത്തയച്ചിട്ടുണ്ട് എന്ന്. എന്തൊരു അസത്യപ്രചാരണമാണ്! ഷാജിർ ഖാൻ SUCIയുടെ നേതാവാണ്, ഈ സമരമുഖത്ത് മുൻപും ഉണ്ടായിരുന്നയാളാണ്, സമരഭടനായിട്ടാണ് ഉണ്ടായിരുന്നത്, മാപ്പുസാക്ഷിയായിട്ടല്ല. മാത്രമല്ല ജിഷ്ണു ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനറാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി ഈ സർക്കാർ പിടിച്ചകത്തിട്ടതിൻ്റെ പേരിൽ മുട്ടിടിച്ച് സർക്കാരിൻ്റെ മുന്നിൽ മാപ്പുസാക്ഷിയായി നീതിക്ക് കേഴുന്ന ഒരു ചിത്രമായാണ് കെ.ടി. കുഞ്ഞിക്കണ്ണൻ എന്ന പൊതുപ്രവർത്തകൻ, ഷാജിർ ഖാൻ എന്ന പൊതുപ്രവർത്തകനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ മുട്ടിടിച്ച് ദയാവായ്പിന് കേഴാൻ പിണറായിയുടെ മുന്നിലേക്ക് താങ്കളുടെ മകനെ വിട്ടുകൊടുക്കുമോ എൽ തങ്കമ്മ? ഒരിക്കലുമില്ല. മരിക്കുന്ന നിമിഷം വരെ ഇല്ല. അതിൽ യാതൊരു സംശയവുമില്ല. യാതൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. യാതൊരു ഗൂഢാലോചനയിലും അവൻ ഉൾപ്പെട്ടിട്ടില്ല. അതാർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല, തെളിയിക്കാൻ കഴിയുകയില്ല. എന്തെന്നാൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ആ സ്ഥിതിക്ക് അവനെ അങ്ങനെ മാപ്പ് പറയാനോ മുട്ടടിക്കാനോ ഒന്നും ഒരു കാരണവശാലും അയക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവസാന നിമിഷം വരെ അവൻ ഈ കാര്യത്തിൽ നിഷ്കളങ്കനാണ്, യാതൊരു ഇതും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാണ് ഈ അമ്മ. അതിന് യാതൊരു സംശയവുമില്ല. ഒന്നിനു പിറകെ ഒന്നായി നടപടികൾ വരികയാണ് ശ്രീമതി എൽ തങ്കമ്മ. ഇതിൽ അന്തിമ വിജയത്തിന് ഒരു സാവകാശമുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഔദാര്യമല്ല. പക്ഷെ നിങ്ങളുടെ മകന് ഇന്ന് 5 പേരുടെ അകമ്പടിയോടെ പോയി പരീക്ഷ എഴുതേണ്ടി വരും. ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പുസ്തകം വേണമെന്ന ആവശ്യം പറയുന്നത്, ഗൈഡ് വേണമെന്ന ആവശ്യം പറയുന്നത്.
സുഹൃത്തിനെ കാണണമെന്ന ആവശ്യം പറയുന്നത്? അങ്ങനെ ഇതൊക്കെ നിവർത്തിച്ചു കൊടുക്കുകയാണ്, തടവറയിലിരുന്ന് പഠിക്കുകയാണ്, എന്നിട്ട് പോയി പരീക്ഷ എഴുതുകയാണ്. അടുത്ത ദിവസവും പരീക്ഷ എഴുതേണ്ടതുണ്ട് 12-ാം തീയതി, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് എങ്കിൽ തടവറയിലിരുന്ന് പഠിക്കേണ്ട സാഹചര്യം വരികയാണ്. അയാൾക്കുമില്ലേ അവകാശങ്ങൾ? അയാൾക്കുമില്ലേ ഈ പറയുന്ന തരത്തിൽ കിട്ടേണ്ട നീതി? അപ്പോൾ അതിനൊക്കെ കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങേക്ക് അങ്ങയുടെ മകനെ കാണാനുള്ള അവകാശമില്ലേ? ഷാജഹാൻ്റെ കുട്ടിക്ക് ഷാജഹാനെ കാണാനുള്ള അവകാശമില്ലേ? കാരോലിനയ്ക്ക് ഭർത്താവിനെ കാണാനുള്ള അവകാശമില്ലേ? ഇതൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. ഇതെല്ലാം എന്തെങ്കിലും കോടതി അനുവദിച്ചു തന്നാൽ തരട്ടെ, കാരണം പോലീസ് ഇതെല്ലാം ആ രൂപത്തിലാണ് ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് എന്നത് KT കുഞ്ഞിക്കണ്ണൻ്റെ നിയമവ്യാഖ്യാനമോ അതോ നീതി നിഷേധത്തോട് നിർവികാരമായുള്ള പ്രതികരണമോ എൽ തങ്കമ്മ? ഇത് വെറും വൈരനിര്യാതനം മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊന്നും KM ഷാജഹാൻ അറിയിക്കുന്നതല്ല. അവൻ ഈ വിഷയത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, 1% പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവനെ ഈ ഇല്ലാത്ത ഗൂഢാലോചനയും ആരോപിച്ച് സകല കുറ്റങ്ങളും ആരോപിച്ച് ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തിവൈരാഗ്യമാണ്. അത് പ്രത്യേകിച്ച് അവനോട് നേരത്തെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കൽ മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിധത്തിലും 5-ാം തീയതി ഈ രാവിലെ നടന്ന സംഭവത്തിൽ ഷാജഹാൻ കുറ്റവാളിയല്ല. അവൻ സംഭവം നടക്കുന്ന സമയത്ത് രംഗത്ത് പോലുമില്ല. അത് കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞാണ് അവിടെ വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്നതെങ്കിലും അത് ഗൂഢാലോചന ആരോടാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വയം ഗൂഢാലോചന ആരും നടത്തുകയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് തീർത്തും തെറ്റാണ്, വൈരനിര്യാതനം മാത്രമാണ് ഈ കാര്യത്തിലുള്ളതെന്നുള്ള കാര്യത്തിൽ ഈ അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് KM ഷാജഹാനോട് പല കാര്യങ്ങളിൽ ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ അവൻ ഉൾപ്പെട്ടതിന് മാത്രമുള്ള വിരോധം, പ്രത്യേകിച്ച് ലാവ്ലിൻ കേസിലുള്ള അവൻ്റെ ആ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങളിലുള്ള വിരോധം മാത്രമാണ് ഇതിലുള്ളത്. എങ്ങനെയും അവനെ ശിക്ഷിക്കുക, എങ്ങനെയും അവനെ ശിക്ഷിച്ച് ജയിലിലടയ്ക്കുക, പ്രതികാരം തീർക്കുക എന്നുള്ള വികാരം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ശ്രീമതി എൽ തങ്കമ്മ, ഇവിടെ ഇപ്പോൾ സസ്പെൻഷനും കൂടെ വിധേയനായിരിക്കുകയാണ് ഷാജഹാൻ. അപ്പോൾ ഒന്നൊഴിയാതെ അടുത്ത നടപടികളിലേക്ക് വളരെ ശുഷ്കാന്തിയോടെ സർക്കാർ പ്രവർത്തിക്കുകയാണ്. പോലീസ് മാത്രമല്ല, ഇങ്ങനെയൊരു കേസുണ്ടാക്കുന്നു, പിന്നെ സാങ്കേതികത്വം പറയാം. ശ്രീ KT കുഞ്ഞിക്കണ്ണടക്കം ഇങ്ങനെയൊരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ സർവീസ് റൂൾ അനുസരിച്ച് പിന്നെ സസ്പെൻഷനിലേക്ക് സ്വാഭാവിക നടപടിക്രമം നിലയിൽ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഇവർക്ക് വിശദീകരിക്കാം. പക്ഷേ ഒന്നൊഴിയാതെ നിങ്ങൾ ആക്രമിക്കപ്പെടുകയല്ലേ? ഇത്ര വിരോധം എന്തിനാണ് ഒരു ഭരണാധിപന് നിങ്ങളോട് തോന്നേണ്ടത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടുത്തെ സസ്പെൻഷൻ മാത്രം മതി ഇതിലുള്ള ദുരുദ്ദേശം തെളിയിക്കാൻ. അല്ലെങ്കിൽ ഈ സമയത്ത് അത് ഉയർത്തിക്കൊണ്ട് വരേണ്ട എന്ത് കാര്യമാണുള്ളത്? അവിടുത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ CDET-ലെ ഉദ്യോഗം അവനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ അവൻ തന്നെ അത് ഉപേക്ഷിച്ചതാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ സമയത്ത് അതിനും കൂടെ ഉന്നയിച്ചുകൊണ്ട് വന്നത് ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട്, അതായത് ദുരുദ്ദേശം തെളിയിക്കുന്ന കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവനെ ഏതെങ്കിലും വിധത്തിൽ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതിന് ഈ ഒരൊറ്റ കാരണം മാത്രം മതിയല്ലോ. അല്ലെ ഇതേവരെ ഉണ്ടാതിരുന്ന് ഇപ്പം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ളത് എടുത്താൽ മതി. അങ്ങനെ ഏത് വിധേനയും KM ഷാജഹാനെ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശമാണ് ചീഫ് മിനിസ്റ്റർക്കുള്ളതെന്നുള്ളതിന് ഇതിൽ കൂടുതൽ യാതൊരു തെളിവും വേണ്ട. KM ഷാജഹാൻ്റെ പേരിൽ യാതൊരു ആരോപണവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ള കാര്യം തീർച്ച. അവനെ തീർത്തും വൈരനിര്യാതനം എന്ന ഉദ്ദേശം മാത്രം ലക്ഷ്യമാക്കി ജയിലിലടച്ചിരിക്കുകയാണ്. ജയിലിൽ കിടന്ന് പഠിക്കാനും ജയിലിൽ നിന്ന് പരീക്ഷയ്ക്ക് എഴുതാനും ഒന്നും ഇതുവരെ എനിക്ക് തോന്നുന്നു ആർക്കും വേണ്ടി വരാത്ത വിധത്തിൽ അവനെ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. അത് അവനോടുള്ള വൈരനിര്യാതനം മാത്രമാണ്. അവൻ ഈ കാര്യത്തിൽ തീർത്തും നിരപരാധിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാൻ അവന് ഒരു കാരണവശാലും സാധ്യതയില്ല, അവനതിന് സാധിക്കുകയില്ല, ഇനിയുള്ള കാലത്തും സാധിക്കുകയില്ല എന്ന് ഈ അമ്മയായ എൽ തങ്കമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവൻ വൈരനിര്യാതനത്തിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, എനിക്ക് മറ്റ് യാതൊരു പോംവഴിയുമില്ല. ഇനി ഇതിൽ നിന്ന് അവനെ നാളെ അവൻ മോചിതനാകുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതെന്താ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഉറപ്പില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടില്ല, ഇല്ലാത്ത ഓരോരോ കാരണങ്ങൾ പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ആരോപണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഒന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് അവനെ പിടികൂടണമെന്നുള്ള ലക്ഷ്യം അങ്ങേയറ്റം വ്യക്തമാകത്തക്ക വിധത്തിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ്
ഉറപ്പുണ്ട്. അതുകൊണ്ട് നാളെ ഈ കാര്യത്തിൽ ഞാൻ ശുഭപ്രതീക്ഷയുണ്ട്. എനിക്ക് ജാമ്യം കിട്ടി അവൻ പുറത്തു വരുമെന്നും എൻ്റെ അടുത്ത് വരുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് നടക്കട്ടെ, നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നടക്കാതിരുന്നാൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഇപ്പോൾ 2ാം ദിവസം എത്തിയിരിക്കുന്ന എൻ്റെ നിരാഹാര സമരം കണ്ടിന്യൂ ചെയ്യും, ഞാൻ തുടരും. അത് ഞാനും എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ എല്ലാ സഹകരണത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലേക്ക് ഇതിനു വേണ്ടി നീങ്ങുമെന്നുള്ള കാര്യത്തിന് അത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ ഈ 79 വയസ്സുകാരിയായ തങ്കമ്മയ്ക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള വിവരം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കറിയാം അങ്ങയുടെ അനാരോഗ്യം. ഒരു കാര്യം കൂടി, സ്വന്തം വീട് ഒരു സമരകേന്ദ്രമാക്കിയ, സ്വയം ഒരു സമരരൂപം ആക്കി താങ്കളെ മാറ്റിയ പിണറായി വിജയന് മനസ്സിൽ എന്താണ് സ്ഥാനം? താങ്കളുടെ എന്താണ് താങ്കളെ സംബന്ധിച്ച് പിണറായി വിജയൻ? ലോകം കണ്ടിട്ടുള്ളതിൽ എൻ്റെ പരിചയത്തിൽ എൻ്റെ അറിവിലുള്ള ഏറ്റവും ക്രൂരനും ദയാവിഹീനനുമായ ഡിക്റ്റേറ്ററാണ് പിണറായി വിജയൻ ഈ തങ്കമ്മയുടെ അഭിപ്രായത്തിൽ. അതിലൊരു സംശയവുമില്ല. ഞാൻ 79 വയസ്സുകാരിയാണ്. എല്ലാ ഗവൺമെൻറ്റുകളുടെയും കീഴിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. EMS മുതൽ ഇങ്ങോട്ടുള്ള സകല മുഖ്യമന്ത്രിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ പലരെയും പരിചയമുണ്ട്. എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും പലരെയും വ്യക്തിപരമായിട്ടും പലരെയും എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ ഉള്ള അനുഭവമുള്ള ആൾക്ക് തീർത്ത് പറയാൻ കഴിയും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരിൽ വെച്ചും ഏറ്റവും നിർദ്ദയനും ക്രൂരനും ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അതേ കാര്യത്തിൽ ഒരു സംശയമില്ല. 1938 ജനിച്ച എനിക്ക് ഈ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടെ തറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരനായ മുഖ്യമന്ത്രിയാണ്, ഡിക്റ്റേറ്ററായ മുഖ്യമന്ത്രിയാണ്. വൈരനിര്യാതനം ഇത്രയും കൂടുതലായിട്ടുണ്ട്. ഏത് വിധത്തിലും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.